നന്ദേട്ട SDPIയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിരുന്നു. ED പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ PFIയുമായി ബന്ധപ്പെട്ട് ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് മാത്രമായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തയെങ്കിൽ ഇന്ന് ഈ ദിവസമാകുമ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ ED പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് PFI തന്നെയാണ് SDPI എന്നും SDPIയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നത് PFI ആണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരവധിയായ ഫണ്ടുകൾ ഇവർ കൈകാര്യം ചെയ്തു തുടങ്ങിയ ഗുരുതരമായ വെളിപ്പെടുത്തൽ ED നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു ചില്ലറ വെളിപ്പെടുത്തലല്ല. അതുകൊണ്ട് തന്നെ SDPI നിരോധിക്കപ്പെട്ടേക്കും എന്ന് നമ്മൾ സംശയിച്ചാൽ കുറ്റം പറയാനാവില്ലല്ലോ അല്ലേ? അല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം ഈ ഫൈസി MK ഫൈസി എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടി ഫൈസി എന്നാണ് അയാളുടെ മുഴുവൻ പേര്. സത്യത്തിൽ ഒരു വലിയൊരു ഭീകരൻ തന്നെയാണ്, സംശയമില്ല. കാരണം കോടിക്കണക്കിന് റുപ്യയാണ് അയാൾ തിരിമറി നടത്തിയിരിക്കുന്നത്. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം എടുത്തിട്ട് ഇവർ വിനിയോഗിക്കുന്നു, ഇവരെ പണം എടുത്തിട്ട് പോപ്പുലർ ഫ്രണ്ടിന് കൊടുക്കുന്നു, അവർ ഹവാല പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. എനിക്കിതിൽ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത, ഈ പറയുന്ന ഫൈസി അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള ഇവരുടെ പൂർവ്വന്മാരായിരിക്കുന്ന ആളുകൾ, അത് ആദ്യകാലത്ത് ഇവരുണ്ടായിരുന്നു. ഇവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് NDF ഒക്കെ ആയിരുന്നു ഇവരുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സിമി ആയിരുന്നു. അപ്പോൾ സിമിയായിരുന്ന സമയത്താണ് നമ്മുടെ KT ജില്ലയിലൊക്കെ സിമിയിലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഒന്നിച്ച് സിമിയിലായിരുന്നു, NDFൻ്റെ ചുമതലക്കാരായിരുന്നു. ഇവരും ലീഗൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പറയല്ലേ, ഇപ്പോൾ 2005 ഇവിടെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജസ്റ്റിസ് താക്കൂർ കമ്മീഷൻ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ വരുന്നത്. ആ സമയത്ത് എല്ലാ മുസ്ലിങ്ങളും പിന്നാക്കക്കാരാണ്, മാപ്പിളമാരാണെന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ, അതായത് അന്നത്തെ NDFൻ്റെ അധ്യക്ഷനാണ്. ഇതിനകത്ത് ഉമ്മൻചാണ്ടി ഇവരൊക്കെയായിട്ട് വലിയ ബന്ധമാണ് ഇവർക്കുള്ളത്. കോൺഗ്രസ്സുകാരായിട്ട് വലിയ ബന്ധമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നല്ല ബന്ധമാണ് ഇവർക്കുള്ളത്. പക്ഷേ ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഗ്രൂപ്പിനെ എക്കാലത്തൊരു തീവ്രവാദ ഗ്രൂപ്പായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ആഗ്രഹിച്ചത്. ആദ്യകാലത്ത് സിമി, പിന്നെ പേര് മാറ്റി, ആദ്യകാലത്ത് NDF, പിന്നെ പേര് മാറ്റിയിട്ട് സിമിയാവുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ മോചനം ഇന്ത്യയിലുണ്ടെന്നുള്ള മുദ്രാവാക്യം എല്ലാ സ്ഥലത്തും എഴുതി വയ്ക്കുന്നു. പിന്നെ തിരിച്ചവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ മറ്റുള്ള ആളുകൾ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്നു മനസ്സിലായി. അവർ പറഞ്ഞു ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെയാണെന്ന് പറഞ്ഞതോടുകൂടിയിട്ട് പിന്നെ ആ പ്രസ്താവന പിൻവലിക്കപ്പെട്ടു. അങ്ങനെ ഈ തരം പ്രസ്ഥാനങ്ങൾ ആരെ നിരോധിച്ചാലും നിരോധിക്കുന്ന ആളുകളൊക്കെ പുതിയ പേരെടുത്തിട്ട് പുതിയ വസ്ത്രം ധരിച്ചിട്ട് പുറത്തു വരികയാണ്. ഇത് വളരെ ഒരു അപകടം പിടിച്ച ഏർപ്പാടാണ്. പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കേണ്ട വസ്തുതയില്ലേ, ഇവർ സാധാരണ നശിപ്പിക്കുന്ന ആരെയാണ്? ഇത് മുസ്ലിമിനാണ് നാശം. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ പോപ്പുലർ ഫ്രണ്ടും NDFും സിമിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നാട്ടിൽ ആരെങ്കിലും മുസ്ലിമിനെ വിമർശിക്കാറുണ്ടോ? ആരും വിമർശിക്കാറില്ലല്ലോ. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഇന്ന് മുസ്ലിമിനെ സംബന്ധിച്ച് നബി വചനങ്ങളെ സംബന്ധിച്ച് ഇവർ വിമർശിക്കുന്നുണ്ട്, അവരുടെ ഹദീസുകളെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. ഈ വിമർശിക്കുന്നത് ആരും ഒരിക്കലും RSSോ അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ നല്ല വിമർശിക്കുന്നത്. ഇത് വിമർശിക്കുന്നതിപ്പോൾ എക്സ് മുസ്ലിമാണ് വിമർശിക്കുന്നത്. ഈ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ച് വിമർശിക്കുന്നത് മറ്റുള്ള മതക്കാരും അല്ലല്ലോ, വിമർശിക്കുന്ന അവരുടെ ആളുകളാണ്. മുസ്ലിം നാമധാരികളായിരിക്കുന്ന ആളുകൾ, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ പേറുന്ന ആളുകൾ, ആ ദുരിതങ്ങൾ പേറുന്ന കഷ്ടപ്പാടുകൾ സഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ് ഇതിന് വിമർശിക്കുന്നത്. ഇന്നവർ മറ്റേ പർദ്ദ ധരിക്കുന്നതിന് വിമർശിക്കുന്നു. മുസ്ലിം സ്ത്രീകളാണ് വിമർശിക്കുന്നത്. മുത്തലാഖ് ചൊല്ലി 4 കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റേ തലാഖ് എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം വിളിച്ചു പറയുക, ടെലിഫോണിൽ വിളിച്ചു പറയുക. ഈ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകളാണ്. അവരാണ് കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ വിധി വന്നത്. ഇതിവർ മനസ്സിലാക്കേണ്ട വസ്തുത, ഇത് ഇന്ത്യയാണ്, ഭാരതമാണ്. അത് ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവർ ആ നാട്ടിൽ വന്നിട്ടാണല്ലോ ഇവർ ആയിരക്കണക്കിന് വർഷത്തോളം ഇവർ ഭരിച്ചല്ലോ. അതിനുശേഷം ബാബർ അടക്കമുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നല്ലോ. ഇന്ത്യയിൽ ധാരാളം ആക്രമണം നടത്തിയത് ബാബർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. അവരാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചത്. അതിനു മുമ്പൊന്നും ഹിന്ദുക്കൾ ഇവരെ കൺസിഡർ ചെയ്തിരുന്നില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇവർ മുസ്ലിമാണ്. ഇവിടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ സാമൂതിരിയുടെ അടുത്ത സമയത്ത് സാമൂതിരി അവർക്ക് പള്ളി വയ്ക്കാനുള്ള ഇടം കൊടുക്കുന്നു. ഇവിടെ പള്ളി വയ്ക്കാനുള്ള ഇടം കേരളത്തിലെമ്പാടും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പള്ളി വയ്ക്കാനുള്ള സ്ഥലം ഹിന്ദുക്കൾ കൊടുത്ത സ്ഥലമാണ്. അതേപോലെ തന്നെ ഇവർക്ക് വിവാഹം കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ആളാണ് സാമൂതിരി. അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ ഇന്ന് മുസ്ലിം സമ്പ്രദായങ്ങൾ, ഇസ്ലാമിക സംവിധാനങ്ങളെ ആളുകൾ വിമർശിക്കുന്നു ശക്തമായിട്ട്. കഴിഞ്ഞൊരു 10 കൊല്ലക്കാലമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മുസ്ലിങ്ങളാണ്.
ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, മറ്റൊരു മതവിഭാഗങ്ങളല്ല. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മുസ്ലിങ്ങളെയാണ്. ഈ മുസ്ലിങ്ങൾ വിമർശിക്കുന്ന കാര്യത്തിൽ പഴയ കാലത്ത് മുസ്ലിങ്ങൾ നമ്മൾ ശരിക്കും ഒറ്റക്കെട്ടാണ് മുസ്ലിം എന്ന്. ഊര് കെട്ടൂലപ്പാ, ഊര് കെട്ടൂല. ഈ പറയുന്ന ഫൈസി അടക്കമുള്ള ആളുകൾ നിലനിർത്തി പോരുന്നത് കാട്ടറബികളുടെ നീതിയാണ്, കാട്ടറബികളുടെ നീതിയാണ്. ഇവർ നടക്കുന്ന UAE എന്ന് പറയുന്ന സ്ഥലത്ത് മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും പോയിട്ട് ഇവർക്ക് ഈ പണി നടത്താൻ പറ്റുമോ? ഇവർക്ക് നടത്താൻ സാധ്യമല്ലല്ലോ. ഇവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയ പോലെയാണ് ഇന്ത്യ എന്നാണ്, ഇവർ ധരിക്കുന്നത് ജോർദാൻ പോലെ ഇന്ത്യ ആണെന്നാണ്, ലിബിയ പോലെയാണ് ഇന്ത്യ എന്നാണ് ധരിക്കുന്നത്. ഇതങ്ങനെയൊന്നുമല്ല. ഭാരതത്തിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ പറയുന്ന കാട്ടറബികൾ ആരെ കൊണ്ടുവന്നാലും അവരെയൊക്കെ സാംശീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും, ഭാരതത്തിന് സാധിക്കും. യവനിനെ ഹൂണന്മാരെയൊക്കെ തന്നെ സാംശീകരിച്ച ആളുകളാണ് ഭാരതീയർ. അവരെയൊക്കെ തന്നെ രജപുത്രന്മാരായിട്ട് മാറ്റിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഭാരതത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ഇവർ തിരിച്ചറിയേണ്ടത് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനം ഇവരവിടെ സിറിയയിൽ നടത്തി, അവിടെ ക്രിസ്ത്യാനികളായിരുന്നു മുഴുവൻ ആളുകൾ മതപരിവർത്തനം നടത്തി, അവിടെ ഈജിപ്തിലുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ മുഴുവൻ മതപരിവർത്തനം നടത്തി. ഈ പണിയൊന്നും ഇന്ത്യയിൽ നടക്കൂല. ഈ പറയുന്ന ഫൈസിൽ ആളുകളാണല്ലോ പറഞ്ഞത് 2047 ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു. ഇവർ ഇന്ത്യയിൽ ഒരു തേങ്ങേക്കൊരു ഇവർ ഭരിക്കാൻ വേണ്ടി പോകണില്ല. ഇവർ ധരിച്ചതുകൊണ്ട് ഈ ഫൈസ് ധരിച്ചത് അയാൾ മരിക്കാൻ കാലത്തേക്ക് അയാൾ ഇന്ത്യയുടെ ഖലീഫയാവുന്ന അയാൾ ധരിച്ചത്. ഇയാൾ ഖലീഫ ആവില്ലപ്പാ. ഇയാൾ ഖലീഫ പോയിട്ട് യർവാദ് ജയിലിൽ നീക്ക് പുറത്തു വരാൻ പറ്റൂല. കാരണം ഇവർ കാണിക്കുന്ന അത്രയും കൊള്ളരുതായ്മകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊള്ളരുതായ്മകൾക്ക് സാധാരണ മുസ്ലിങ്ങൾ ഇവർ കൂട്ടുപിടിക്കുകയാണ്. ഇവർ ധരിക്കുന്നത് ഇവരുടെ ചില രാജ്യങ്ങളെ പോലെയാണ് ഇന്ത്യ എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഇന്ത്യക്ക് അനാദികാലമായിട്ടുള്ള കാലം തുടങ്ങിയിട്ട് ഇന്ത്യക്ക് ഒരു ജനാധിപത്യ സംവിധാനം നിലവിലുണ്ട്. അത് എക്കാലത്തുണ്ട് ഇവിടെ. അത് രാമായണത്തിൻ്റെ കാലത്തും മഹാഭാരതത്തിൻ്റെ കാലത്തും ചരിത്രാതീതമായിട്ട് കാലം തുടങ്ങിയിട്ട് അത്തരം ഒരു പാരമ്പര്യം ഇന്ത്യക്കകത്തുണ്ട്. അതുകൊണ്ട് ഏത് മതവിഭാഗം വന്നാലും നമുക്ക് കേരളത്തിലെ സ്ഥിതി അറിയാലോ. ആദ്യം സെൻറ് തോമസ് AD 52 കേരളത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അറബികൾ ആദ്യം വന്ന നാട് കേരളമാണെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ ആദ്യം വന്ന് കേരളത്തിലാണ് വന്നു എന്നാണ് പറയുന്നത്. ഡച്ചുകാർ ആദ്യം വന്ന് കേരളത്തിലാണ് വന്നു എന്നാണ് പറയുന്നത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഇവർ ഈ അക്രമങ്ങൾ കൂടുന്ന സമയത്താണ് ഹിന്ദുക്കൾ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയത്. ആ തരത്തിൽപ്പെട്ട ആദ്യത്തെ പ്രതികരണം ഉണ്ടാവുന്നത് ഇവരുടെ ഇന്നത്തെ മലപ്പുറം ജില്ലയിലാണ്. അങ്ങാടിപ്പുറത്ത് തളി ക്ഷേത്രത്തിൻ്റെ സമരം. ആ തളി ക്ഷേത്രം ആക്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളാണ്. അതിന് ശക്തമായി തിരിച്ചടി കൊടുക്കാൻ അന്ന് 1967 EMS കേരളം ഭരിക്കുന്നത്. എന്നിട്ട് പോലും കേളപ്പനെ പോലെയുള്ള സർവോദയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സമരം, തറമ്മൽ കൃഷ്ണൻ തുടങ്ങിയിട്ട് മാധവൻകുട്ടി അടക്കമുള്ള നിരവധി ആളുകൾ സമരത്തിൻ്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് കേരളം ആ സമരത്തെ അതിന് നേരിട്ടത്. അത്രയും ശക്തി കേരളത്തെ സംബന്ധിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നേരിടാൻ ഹിന്ദുക്കളുടെ ആവശ്യമൊന്നുമില്ല, ക്രിസ്ത്യാനികളുടെ ആവശ്യമൊന്നുമില്ല. ഇസ്ലാമിക മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഈ പറയുന്ന കാട്ടറബികൾ നേരിടാനായിട്ട് ആളുകളുണ്ട്. അവിടെയാണ് ജാമിദ ടീച്ചറും മുഹമ്മദ് മാഷും തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ചാനലുകളിൽ കൂടി ഇന്നിപ്പോൾ സത്യമായിട്ട് വിളിച്ചു പറയുന്ന സമയത്താണ് ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ പലതും തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ശക്തമായിട്ട് ഭാഷയിൽ ഉപയോഗിക്കുകയാണ്. അവർ വളച്ചു കിട്ടില്ലാണ്ട് കാര്യങ്ങൾ പറയുകയാണ്, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഇതിന് ഈ മതത്തിന് സത്യസന്ധതയില്ല എന്ന് വരുന്നത് ഈ തരത്തിൽപ്പെട്ട ഫൈസി പോലുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫൈസിക്ക് നിലനിൽപ്പില്ല. കാരണം അയാൾ കള്ളപ്പണം വെളുപ്പിക്കാൻ പോകുന്നു, അത് സർക്കാർ പിടിക്കുന്നു. അയാൾ പഴയ കാലത്തെ ഇവിടെ ചില മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് നടന്നല്ലോ, ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലും, ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലും. ഒരു കൊല്ലലും നടക്കൂല. ഇപ്പോൾ ഇവന്മാരെ കയ്യാമം വെച്ച് ജയിലിലാക്കും. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്നല്ല ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും ഇന്ത്യൻ മണ്ണിൽ വളരാൻ വേണ്ടി അനുവദിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ സ്വഭാവം അത്തരത്തിലുള്ള സ്വഭാവമല്ല, എല്ലാവരെയും സാംശീകരിക്കുന്ന സ്വഭാവമാണ്. ആ സ്വഭാവം വെച്ചുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ മണ്ണ് ഒരു വളക്കൂറുള്ള മണ്ണല്ല. ഇവർക്ക് താൽക്കാലികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയൊക്കെ പിന്തുണ ഉണ്ടാവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലതുപക്ഷത്തിലുണ്ടായിരുന്ന ചില നേതാക്കന്മാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇടതുപക്ഷത്തിലും ചില നേതാക്കന്മാർ, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ, ഈ ആളുകളൊക്കെ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തെ പിന്താങ്ങിയല്ലോ, ഗുരുദേവനെ വിമർശിച്ചല്ലോ, ഗുരുദേവൻ്റെ കയ്യും കാലും കെട്ടിയിട്ടല്ലോ, അദ്ദേഹത്തിന് പട്ടും വളയും കൊടുത്തു EMS പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ആളുകൾക്ക് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി പറഞ്ഞവരാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയില്ലേപ്പാ.
അവരൊക്കെ ഇപ്പോൾ കളം മാറ്റി ചവിട്ടി തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഹിന്ദുവിനെതിരായിട്ട് സംസാരിച്ചാൽ അതിൻ്റെ സാധ്യത കുറവാണെന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചുണ്ട്. അവിടെ ആണ് ഫൈസി കൊണ്ടുവരുന്ന പ്രത്യയശാസ്ത്രം, SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ഇത് സമാനമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ഒന്ന് രാഷ്ട്രീയ, അവർ പല പേരാണ് പറയുക. ആദ്യം ഇവർക്ക് പുറത്തൊരു ഏറ്റവും കൂടുതൽ എന്താ പറയുക ജനസേവനപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള പേരൊക്കെയാണ് പുറത്തു കൊണ്ടുവരിക. ഇവരുടെ ആന്തരികമായിട്ട് ഇവർ കൃത്യമായിട്ട് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ്. അതേട്ടാ, ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിഷയം ഉണ്ടല്ലോ, ഇപ്പോൾ ED ആണ് ഈ കേസിൻ്റെ കാര്യത്തിൽ ഇത്രയും ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ED ഇത് പറഞ്ഞു, ED സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. ഇനി ഇത് NIA കയ്യിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെയാണല്ലോ. NIA റിപ്പോർട്ട് കൂടിയാണ് ശരിക്കത്. NIA റിപ്പോർട്ടുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്, പൊതുസമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ പരാതിയുണ്ട്, ഇസ്ലാമിക മുസ്ലിം ജനവിഭാഗത്തിൻ്റെ തന്നെ പരാതിയുണ്ട്. അവർക്കൊക്കെ ജീവിക്കണ്ടേ? അവരുടെയൊക്കെല്ലാം അമ്മ പെങ്ങന്മാരായിട്ട് അവർക്ക് ജീവിക്കണ്ടേ? മുസ്ലിം സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവരിതിനെ എതിർക്കും. ആ തരത്തിൽ അന്വേഷണങ്ങൾ നടന്നാൽ സ്വാഭാവികമായിട്ട് ഫൈസിമാർ, ഞാൻ ഫൈസി മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ തീവ്രവാദത്തെ പിന്താങ്ങുന്നവരാണ്. ഇവരുടെയൊക്കെ പാരമ്പര്യ അത്തരത്തിലാണ്. ഇവർ 100,000 പ്രസ്ഥാനങ്ങളാണല്ലോ. ഈ പ്രസ്ഥാനങ്ങളൊക്കെ ആകെപ്പാടെ നാമകേവാസ്തയായിരിക്കുന്ന 10-20% വരുന്ന മുസ്ലിമിന് വേണ്ടിയിട്ടാണ് ഇത്രയും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രസ്ഥാനങ്ങൾ ഓരോന്നായിട്ട് തീർച്ചയായിട്ടും പിടിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഇനി എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, NIA ഭാഗത്തു നിന്നുള്ള നടപടികൾ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ പറയുന്ന പോലെ SDPIക്ക് അധിക കാലം ഇനി ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യം, സംശയമില്ല.